ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഇന്നലെ ഞാൻ നിമിഷപ്രിയയുടെ വധക്കേസുമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ കൊണ്ട് പിന്നെ ആ ഒരു ഫാമിലിക്ക് പിന്നെ ചെറിയ രീതിയിലെങ്കിലും അവരുടെ കണ്ണീരിന് ഒരു ചെറിയൊരു ശമനമെങ്കിലും ഉണ്ടായത് ഉസ്താദിൻ്റെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ പിന്നെ റഹീമിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, നിമിഷപ്രിയ ജയിലിലുണ്ട്, അവളെക്കുറിച്ച് എന്താ നിനക്കൊന്നും വീഡിയോ ചെയ്യാൻ കഴിയില്ലേ, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള ഈ വേർതിരിച്ചുകൊണ്ടും പിന്നെ വർഗീയത രീതിയിലുള്ള വർഗീയത നിറഞ്ഞ സംഭാഷണങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ, എൻ്റെ ചാനലിലുള്ള കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ റഹീമിൻ്റെ വീഡിയോ ചെയ്ത ആളുകളുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പിന്നെ കമൻറ്റ്സ് എഴുതുന്നതായി കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മദ്രസയും മദ്രസ പിന്നെ പഠനങ്ങളെയും അതുപോലെ ദർസ് പഠനത്തെയും ഒക്കെ എതിർക്കുന്ന ആളുകളെ കണ്ണ് തുറന്ന് കാണുക. പിന്നെ ഇതും മദ്രസയിൽ പഠിച്ച ഒരാൾ തന്നെയാണ് ഇങ്ങനെയൊരു അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്, ഇങ്ങനെയൊരു ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് എന്നത് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഞാൻ ഈ വീണ്ടും പഴയതിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയുന്നുണ്ടാവും തന്നെക്ക് എങ്ങനെയാണ് ഉസ്താദിനെ അറിയാമെന്നുള്ളത്. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റേഷനായിട്ട് ഞാൻ പറയുന്നില്ല. എത്ര തന്നെ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇത്രയും ഒരു വലിയൊരു മനുഷ്യൻ ഇങ്ങനെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് അറിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെയും കണ്ണിനെയും കുളിരണിയിക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ്. എനിക്ക് 100% എൻ്റെ മനസ്സ് ഞാൻ ഉസ്താദ് ഇടപെട്ടു എന്നൊന്നും എനിക്ക് അറിയാത്തൊരു സമയത്തായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴടക്കം ഞാൻ പറയുന്നുണ്ട് ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. ദൈവത്താണ് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു മിറാക്കിൾ ആയിരിക്കും. അതും ഞാൻ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന, അത്രയ്ക്കും ആത്മാർത്ഥമായി ബഹുമാനിക്കുന്ന എല്ലാവരും വേണ്ട ധന്യയുടെ ഉസ്താദാണെന്ന്. അത് എൻ്റെ ഉസ്താദ് തന്നെയാണ്. എൻ്റെ ഉസ്താദ് എന്ന് എനിക്ക് പറയുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. അത്രത്തോളം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഉസ്താദ് ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടപ്പോൾ പിന്നെ ഒരു വലിയ രീതിയാണത്. ചെറിയ രീതി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് ക്രെഡിറ്റ് വേണ്ട. ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർമാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ക്രെഡിറ്റും വേണ്ട, ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവരെ പിണക്കിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട എന്നാണ് ഉസ്താദ് പറയുന്നത്. അങ്ങനെയാണ് ഉസ്താദ്. അങ്ങനെയുള്ള ഉസ്താദിനെയാണ് ഞാൻ ബഹുമാനിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതുമൊക്കെ. അത് ചില ആളുകൾക്ക് അത് മനസ്സിലാവില്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും അതുപോലെ തന്നെ മതപണ്ഡിതനുമായ ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന എൻ്റെ ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിമാനവുമാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിലുള്ളത്. അതുപോലെ തന്നെ യമനിലുള്ള ബന്ധം എന്താണെന്നതുകൂടെ, അതായത് യമൻ ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് മതപണ്ഡിതന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് യമനിലെ പ്രസിദ്ധനായ സൂഫി വര്യൻ ഷെയ്ഖ് ഹബീബ് ഉമറുമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞതും ആ ഒരു സൂഫി വര്യനുമായിട്ട് സംസാരിച്ച് അവരുടെ കുടുംബമായിട്ട്, അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന വാർത്ത തന്നെ വലിയൊരു പോസിറ്റീവ് അല്ലേ, നമുക്ക് വലിയൊരു പിന്നെ ആശ്വാസം നിറയുന്ന വാക്കുകളല്ലേ അതൊക്കെ. ഇനി നിർണായക ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇന്ന് 15ആയി, നാളെ 16ആണ്. എൻ്റെ മനസ്സ് പറയുന്നു ഇത് നീട്ടി വെക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നിമിഷപ്രിയയ്ക്ക് സമയമായിട്ടില്ല. ഇതിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇടപെട്ടത് കൊണ്ട് ഉറപ്പായിട്ടും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവാതിരിക്കില്ല എന്നതിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാണ്ട്, മുസ്ലിങ്ങളെ പറ്റിച്ച് തിന്നുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറയും. ഞാൻ ചെയ്യും, കാരണം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു ഉണ്ണിയപ്പക്കടയുണ്ട്. അപ്പോൾ ആ കടയിൽ
രാവും പകലും പണിയെടുത്തുകൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതും. അതുപോലെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയോ വർഗീയവാദിയായിട്ടോ വർഗീയത പറഞ്ഞിട്ടോ അല്ല ഞാൻ ചാനലിൽ വീഡിയോ ചെയ്യുന്നതും. അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് നല്ല രീതിയിൽ പൈസ കിട്ടുന്നു. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളൊന്നും കിട്ടുന്നില്ല. ഒരു മാസം $100 തയ്ക്കാൻ തന്നെ ഞാൻ പാടുപെടുന്നുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ കുറ്റം പറഞ്ഞ വീഡിയോ, ചില ആളുകൾക്ക് വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടാവും. അങ്ങനെ റീച്ചുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടാവും. നമുക്കതൊന്നും കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ പറയും, പണിയെടുത്ത് ജീവിക്കടി, നീ എന്തിനാണ് ഇങ്ങനെയുള്ളവരുടെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാനിത് മുൻകൂറായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉസ്താദിനെ കുറിച്ചിട്ട് പറയുമ്പോൾ 1000 നാവ് തന്നെയാണ് തന്നെക്ക്. ഇപ്പോൾ എൻ്റെ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ തന്നെ കമൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമൻസ് 2-3 ആൾക്കാർ ഇട്ടിരുന്നു. ധന്യൻ്റെ ഉസ്താദ്, ധന്യൻ്റെ ഉസ്താദ്, ധന്യൻ്റെ ഉസ്താദ് എന്ന്. അതെ, എൻ്റെ ഉസ്താദ് തന്നെയാണ്. അപ്പോൾ ആ ഉസ്താദിന് ദീർഘായുസ് കിട്ടാനായിട്ട് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ സാരഥിയായിട്ട് അദ്ദേഹം ഒരു ഭാഗത്ത് എങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, തലയെടുപ്പോടെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊക്കെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ടക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഓരോ കാര്യം അദ്ദേഹം ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് കേൾക്കുക. പിന്നെ വിശ്വാസപൂർവ്വം എന്നുള്ള ബുക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലേ, അതൊക്കെ ഇരുന്ന് വായിക്കുക. അപ്പോഴാണ് നമുക്ക് പിന്നെ ഒന്നുകൂടെ ജീവിക്കാനുള്ള ഒരു ആത്മധൈര്യം കിട്ടുള്ളൂ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ നാളെ നിർണായക ദിവസം കൂടിയാണ് നിമിഷപ്രിയയുടെ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നതിലുപരി വിശ്വാസം കൈവിടാതിരിക്കുക. ഉറപ്പായിട്ടും ഇതിനൊരു തീരുമാനം കിട്ടും. മറ്റുള്ള ആളുകൾ വന്നിട്ട് അവൾ തെറ്റ് ചെയ്തതല്ലേ, അവൾ 110 കഷ്ണങ്ങളാക്കിയതല്ലേ, അവൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, അവളെ എന്തിനാണ് രക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ കൂടെ ഒരു കാര്യം കൂടെ പറയുകയാണ്. പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഒരു നിരപരാധിയെ കൊന്നാൽ മുഴുവൻ ജനങ്ങളെയും കൊന്നതുപോലെയാണെന്നും, അതുപോലെ ഒരു നിരപരാധിയെ രക്ഷിച്ചാൽ ആ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചതുപോലെയാണെന്നുമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയുന്നത്. ആ ഒരു രീതി തന്നെയാണ് ഇവിടെ നടപ്പിലാകാൻ പോകുന്നതും. തെറ്റ് ചെയ്തപ്പെട്ടു, പശ്ചാത്തപിച്ചു, പക്ഷേ കൊലയ്ക്ക് കൊല, വെട്ടിന് വെട്ട് എന്ന് പറയുന്ന ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് തന്നെയാണ് നിമിഷപ്രിയ ഉള്ളത്. പക്ഷേ ചിലപ്പോൾ ദയാധനവും അതുപോലെ മനസ്സിൻ്റെ മനസ്സിൽ തട്ടിയിട്ട് അവരൊരു മാപ്പ് കൊടുക്കാൻ തയ്യാറായെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയെ കിട്ടില്ലേ. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേ വിഷങ്ങൾ. എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. 110 കഷ്ണങ്ങളാക്കിയവളല്ലേ, അവൾ അങ്ങനെ അനുഭവിക്കട്ടെ, അവൾ അങ്ങനെ മരിക്കട്ടെ, അവളെ കൊല്ലട്ടെ എന്നൊക്കെ പറയുന്ന കുറേ എന്താ പറയല്ലേ, മനുഷ്യത്വം ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. ഇത് നിങ്ങളൊക്കെ കണ്ട് പഠിക്കുക. സ്വന്തം മതത്തിലും അല്ല, സ്വന്തം ചോരയുമല്ല, എന്നിട്ട് പോലും AP ഉസ്താദ് അതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ നമിക്കുകയാണ്. ഞാൻ ആ കാലിൽ തൊട്ട് വന്നിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.